എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലെ ഏറ്റവും ശക്തമായ ഒരു ഫംഗ്ഷനായ ലാംഡ ഫംഗ്ഷനെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾക്കൊരു കസ്റ്റമൈസ്ഡ് ഫോർമുല ഇഷ്ടാനുസരണം നിർമ്മിക്കാനും സങ്കീർണമായ കണക്കുകൂട്ടലുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും ഇതിനൊക്കെ നമ്മൾക്ക് ഈ ലാംഡ ഫംഗ്ഷൻ ഉപകരിക്കും. ലാംഡ ഫംഗ്ഷനുകൾ മിക്കവാറും നിങ്ങളുടെ സ്പ്രെഡ്ഷീറ്റിനുള്ളിൽ തന്നെയുള്ള ഒരു മിനി പ്രോഗ്രാമുകളാണ്. ഇഷ്ടാനുസൃതം ലോജിക്ക് സൃഷ്ടിക്കുക, ഫോർമുലകൾ പുനരുപയോഗിക്കാൻ, ഇതിനൊക്കെയാണ് സാധാരണഗതിയിൽ ലാംഡ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളൊരു ഡാറ്റ അനലിസ്റ്റ് ആയാലും ഒരു വിദ്യാർത്ഥി ആയാലും ഒരു സ്പ്രെഡ്ഷീറ്റ് കൃത്യമായി നിങ്ങളുടെ ഓഫീസ് ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുന്ന ആളായാലും ഈ ലാംഡ ഫംഗ്ഷൻ നിങ്ങൾക്ക് അത്യാവശ്യമായി നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ ലാംഡ ഫംഗ്ഷൻ MS എക്സലിലും ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. MS എക്സലിൽ കുറേ മുൻപേ ഉള്ളതാണെങ്കിലും ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ അത് പുതിയൊരു ഫംഗ്ഷനാണ്. ഏകദേശം 1.5 കൊല്ലത്തിനുള്ളിലാണ് ഈ ലാംഡ ഫംഗ്ഷൻ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ വന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ ഓരോന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം. ഇവിടെ സ്റ്റാൻഡ് അലോൺ ലാംഡ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഞാനൊരു ഡാറ്റാബേസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ മന്ത്, സാലറി, ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഡാറ്റാബേസ്. ഇവിടെ ഈ ടാക്സ് അറ്റ് 30% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക ഈ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഞാനിവിടെ ഈക്വൽ ടു ലാംഡ ടാപ്പ് കീ പ്രസ്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് ഈ ലാംഡയ്ക്കുള്ളത്. നെയിം, ദെൻ ഏതാണ് നെയിമിനുള്ള ഫംഗ്ഷന്, ഫോർമുല എക്സ്പ്രഷൻസ്. ഓക്കെ, ഞാനിവിടെ ലാംഡയ്ക്ക് ആദ്യത്തെ ആർഗ്യുമെൻ്റായ പേര് ടാക്സ് എന്ന് കൊടുക്കുന്നു. ടാക്സ് കോമ. ഇനി ഈ ടാക്സ് എന്ന ഒരു കാൽക്കുലേഷൻ, എന്ത് കാൽക്കുലേഷനാണ് ഈ ടാക്സ് എന്ന ഫംഗ്ഷൻ ചെയ്യേണ്ടത്? ലാംഡയ്ക്കുള്ളിലെ ഒരു ചെറിയ ലോജിക്കൽ ഫങ്ഷൻസാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഇൻറ്റു 30%. ഇതാണ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് സെല്ലിലുള്ള വാല്യൂ ആണ് ഈ ഒരു കാൽക്കുലേഷൻ വേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കണം. അതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ സാലറി എന്ന സെല്ല് കാണിച്ചു കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ 3000. ഇവിടെ അപ്പോൾ ഈ ടാക്സ് എന്ന വേർഡിൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് ടാക്സ് ഇൻറ്റു 30% എന്നാണ്. ഈ ടാക്സ് ഇൻറ്റു 30% ഇത് നമ്മൾക്ക് വലിയൊരു ഡാറ്റ ഷീറ്റിലൊക്കെ ആവുന്ന നേരം വളരെ എളുപ്പത്തിൽ കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡ് അലോൺ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഒരു മൾട്ടിപ്പിൾ അറേ വെച്ചിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനുമായി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ലാംഡ ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ മാപ്പ് ആൻഡ് മൾട്ടിപ്പിൾ അറേ. ഈ മാപ്പ് ആൻഡ് മൾട്ടിപ്പിൾ അറേ എന്ന് പറയുന്നതിൽ മാപ്പ് എന്ന ഫംഗ്ഷൻ ഒരു സ്റ്റാൻഡ് അലോൺ ഫംഗ്ഷൻ അല്ല. അത് നമ്മൾക്ക് ഈ ലാംഡ ഫംഗ്ഷൻ്റെ ഒരു ഹെൽപ്പർ ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മാപ്പ് ഫംഗ്ഷൻ. നമ്മൾക്ക് ഈ ഒരു സിനാരിയോ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. നമ്മളിവിടെ ലാംഡ ഫംഗ്ഷനും മാപ്പ് എന്ന ഫംഗ്ഷനും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ് പെർ യൂണിറ്റ്, ടോട്ടൽ പ്രൈസ് എന്നിങ്ങനെയാണ് ഈ ഡാറ്റാബേസിലുള്ളത്. നമുക്ക് ഇതിൻ്റെ ടോട്ടൽ പ്രൈസാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് മാപ്പ് ആൻഡ് ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു മാപ്പ് ടാപ്പ് കീ പ്രസ്. നമ്മൾ ഇവിടെ array 1, array 2 എന്നിങ്ങനെ nth array വരെയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ലാംഡ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അറേ ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം ഏതൊക്കെ അറേസ് ആണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഞാനിവിടെ ലെമൺ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ അറേ ഇവിടെ എൻ്റർ ചെയ്യുന്നു, കോമ. അടുത്തത് ക്വാണ്ടിറ്റി, കോമ. അടുത്തത് പ്രൈസ് പെർ യൂണിറ്റ്.
ഓക്കെ, ഇവിടെ നമ്മൾ ഇനി ലാംഡ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാംഡ ടാപ്പ് കീ പ്രസ്. നമ്മൾക്കിപ്പോൾ ഈ അറേ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ അറേ ഫംഗ്ഷൻസിന് നമ്മൾ നെയിം ചെയ്യുകയാണ്. അതായത് ലെമൺ എന്ന A3 to A5 വരെ പ്രോഡക്റ്റാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് കോമ, അടുത്തത് ക്വാണ്ടിറ്റിയുടെ കോളമാണ്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി QTY കോമ, അടുത്തത് പ്രൈസ് PRICE പ്രൈസ് കൊടുത്തു കോമ. ഇനി നമ്മൾക്ക് അതായത് ലാംഡ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പേര് കൊടുക്കുന്നു, ദെൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ സ്റ്റാൻഡ് അലോൺ ലാംഡ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഈ അറേ ഫംഗ്ഷന് നമ്മൾ 3 പേരുകൾ കൊടുത്തു. ഇനി എന്താണ് ഈ ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് വേണ്ടത് ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് നമ്മൾക്ക് എന്ത് വേണ്ടത്, ഇവിടെ ടോട്ടൽ പ്രൈസായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇവിടെ കാണാം പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇപ്പോൾ ഈ ഫോർമുല ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ മാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, മാപ്പ് ഒരു സ്റ്റാൻഡ് അലോൺ ഫംഗ്ഷൻ അല്ല, ലാംഡയുമായിട്ട് ക്ലബ്ബ് ചെയ്യാൻ ലാംഡയുടെ ഒരു ഹെൽപ്പർ ഫംഗ്ഷനാണ്. ഇത് മാപ്പ് ആൻഡ് മൾട്ടിപ്പിൾ അറേ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം മാപ്പ് ഫംഗ്ഷൻ്റെ അറേസ് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. അറേ ഏതാണൊക്കെയാണെന്ന് കാണിച്ചു കൊടുത്തു. അറേ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ് ഓഫ് റേഞ്ചസ് ആണ് ഈ അറേ എന്ന് പറയുന്നത്. അപ്പോൾ A3 to A5, B3 to B5, C3 to C5 നമ്മൾ കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന അറേസിനൊക്കെ നമ്മൾ പേര് കൊടുത്തു. അതായത് ലാംഡ ഫംഗ്ഷൻ വരുമ്പം ആദ്യത്തേതിൽ പേര് കൊടുക്കുക, പിന്നെ ഡിഫൈൻ ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ അനുസരിച്ച് നമ്മളിതിന് ഓരോന്നിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് കൊടുത്തു, പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ്. പിന്നെ നമ്മൾക്ക് കണ്ടെത്തേണ്ടത് എന്തായിരുന്നു, ടോട്ടൽ പ്രൈസ് ആയിരുന്നു. ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡാറ്റാബേസ് നോക്കിയാൽ തന്നെ ഈ ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസ് പെർ യൂണിറ്റ് ആണ് നമ്മൾക്ക് ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് അതേപടി എഴുതി കൊടുത്തു, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഈ അറേ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അറേയുടെ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത്, ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരേ രീതിയിലായിരിക്കണം. ഇപ്പോൾ അനാർ എന്നിട്ട് ഇരിക്കുന്നതിൽ ഇവിടെ നമ്മളൊരു 20 ഒഴിവാക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു അലൈൻമെൻറ്റ് മിസ്മാച്ചുള്ള ഫംഗ്ഷനുകൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതാണ് മാപ്പ് ആൻഡ് മൾട്ടിപ്പിൾ അറേ ഫംഗ്ഷൻ ലാംഡയിൽ പറയുന്നത്. ഈ ലാംഡ ഫംഗ്ഷൻ ഇനിയും കുറച്ചുകൂടി ഫംഗ്ഷൻസുകളുണ്ട് നമ്മൾക്ക് നോക്കാനുള്ളത്. അത് ഞാൻ വഴിയെ വരുന്ന വീഡിയോകളിൽ നോക്കുക. ഇത് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വീഡിയോ വളരെയധികം ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഇന്ന് ലാംഡ ഫംഗ്ഷൻ്റെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.